ഹായ് ഓൾ, വെൽക്കം ടു എജൂബി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ്റെ ബേസിസിൽ എന്തായാലും ഓരോ ജി എ ടോപ്പിക്സും വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഡെയിലി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളെടുത്ത് ആദ്യം തുടങ്ങുന്നത് ഹിസ്റ്ററിയിൽ തന്നെ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ സ്റ്റോൺ ഏജിൽ നിന്നായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റോൺ ഏജിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്റ്റോൺ ഏജ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഒരു ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് chronological sequence of prehistoric period of human activities and civilization. ഈ താഴെ 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനിൽ സ്റ്റോൺ ഏജിൽ പല പീരീഡ്സ് ഉണ്ട്. ആ പീരീഡ്സിന്റെ കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ പീരീഡ്സിന്റെ കറക്റ്റ് ഓർഡർ ഏതെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഓർഡർ നോക്കിയാൽ ഓരോ ഓപ്ഷൻസ് ആയിരിക്കും. ആദ്യത്തെ ഓപ്ഷൻ പാലോലിത്തിക് പീരീഡ്, മിസോലിത്തിക് പീരീഡ്, നിയോലിത്തിക്. അടുത്ത രണ്ടാമത്താണെങ്കിൽ മെറ്റൽ ഏജ് പീരീഡ്, മെസോലിത്തിക് പീരീഡ്, പാലോലിത്തിക് പീരീഡ്. മൂന്നാമത്തത് നിയോലിത്തിക്, മെസോലിത്തിക്, പാലോലിത്തിക്. നാലാമത്തത് മെസോലിത്തിക്, നിയോലിത്തിക്, പാലോലിത്തിക്. ഇതിൽ ഏത് ഓർഡർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഇതിനകത്തുള്ള ആ ഒരു വർഷങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ല. ഇപ്പോഴും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൺഫേം ആയിട്ടില്ല ഏതാണ് ഇന്ന കാലാവധി മുതൽ ഇന്ന കാലാവധി ആയിരുന്നോ പാലോലിത്തിക്ക് അല്ല നിയോലിത്തിക്ക് ഇത്ര വർഷം നീണ്ടുന്നതാണോ എന്നുള്ളതിൽ പല ബുക്കുകളിലും പലതായിട്ടാണ് കിടക്കുന്നത്. എന്നാൽ അതിനൊരു ഓർഡർ ഉണ്ട്. ഓക്കെ, അതിന്റെ ആ ഒരു പേരിനൊരു ഓർഡർ ഉണ്ട്. ടൈം ലൈൻ കറക്റ്റ് ഇയേഴ്സിന് കറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ഒരിടത്തും കൺഫേം ആയിട്ട് പറയുന്നില്ല. ഓരോ ബുക്കുകൾ എടുക്കുമ്പോഴും അതിൽ ഓരോന്നായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ ചോദ്യങ്ങളായിട്ട് വരാനും സാധ്യതയില്ല. അത് ചോദ്യങ്ങളായിട്ട് ചോദിച്ചുവിടാൻ നമുക്കൊരു നിയമമുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഡിസൈഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണെങ്കിൽ അത് ചോദ്യങ്ങളായിട്ട് വന്നുകൂടാ എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ ഏതാണ്, ഞാനിവിടെ ഓപ്ഷൻ പിക്ക് ചെയ്യാം, എന്നിട്ട് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യം വരാം. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. പാലോലിത്തിക് പീരീഡ്, മിസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ്. പാലോലിത്തിക് പീരീഡിന്റെ മറ്റൊരു പേര് പറയുകയാണെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ്. ഓക്കെ അല്ലെ, സ്റ്റോൺ ഏജ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ സ്റ്റോൺ ഏജ് തന്നെ ഓൾഡ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ എന്തെന്ന് പേരിൽ അറിയപ്പെടുന്നു, പാലോലിത്തിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തത് മിസോലിത്തിക് പീരീഡ് ആണ്. മിസോലിത്തിക് പീരീഡ് മിഡിൽ സ്റ്റോൺ ഏജ് എന്നാണ് അതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എടുക്കുവാണെങ്കിൽ ഏതാണ്, നിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. പാലോലിത്തിക് പീരീഡ്, മിസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ്. അടുത്ത ആറെന്ന് പറയുന്നത് കോപ്പർ സ്റ്റോൺ ഏജ് ആണ്, അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് പീരീഡ്. അതാണ് അടുത്ത 4ാമത് വരുന്ന ആളെന്ന് പറയുന്നത്. അത് പ്രോപ്പർ സ്റ്റോൺ അല്ല, അവിടെ ആരുടെയും കൂടെ എൻട്രി ഉണ്ടാവുന്നു. ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മെറ്റലും യൂസ് ചെയ്യുന്ന മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. അയാളുടെ എൻട്രി ആവുന്നതാണ് ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ചാൽക്കോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ കോപ്പർ സ്റ്റോൺ ഏജ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതിനകത്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് ആ ഒരു ടൈം ലൈൻ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഇപ്പോൾ പാലോലിത്തിക് പീരീഡ് ആണെങ്കിൽ നമ്മൾ നോർമലായിട്ട് കണക്കാക്കുന്ന ഏകദേശം വാല്യൂ ആണ് പറയുന്നത്, കൺഫേം വാല്യൂ അല്ല. പാലോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം BC മുതൽ 10,000 BC വരെയാണ് ഏത് വരുന്നത്, പാലോലിത്തിക് പീരീഡ് വരുന്നത്. അടുത്ത നമ്മൾ മിസോലിത്തിക് പോവുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 BC മുതൽ 6,000 BC വരെയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മിസോലിത്തിക് പീരീഡ് എന്ന് പറയും. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത പാലോലിത്തിക്കായി മെസോലിത്തിക്കായി അടുത്തതെന്ന് പറഞ്ഞാൽ നിയോലിത്തിക് ആണ്. ഈ നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 6,000 BC മുതൽ ഏതുവരെയാണ്, 4,000 BC വരെയാണ് ഏത് പോകുന്നത്, നിയോലിത്തിക്ക് പോകുന്നതും. ഇനി ലാസ്റ്റത്തെ ആളായിട്ടുള്ള ചാൽക്കോലിത്തിക് അല്ലെങ്കിൽ കോപ്പർ സ്റ്റോൺ എന്ന് പറയുന്നത് ഏകദേശം 4,000 BC മുതൽ 500 BC വരെയാണ് ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. ഞാൻ കൺഫേം ആക്കി പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, പല ബുക്കുകളിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനും സാധ്യതകൾ കുറവാണ്. എന്നാലും നമുക്ക് ആ ഒരു മൈൻഡിൽ എപ്പോഴും ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മുതൽ ഇപ്പോൾ ആൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ സ്റ്റോൺ ഏജ് മുതൽ അടുത്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ ആവട്ടെ, വേദിക് പീരീഡ് ആവട്ടെ, അതിലോട്ടൊക്കെ പോകുമ്പോൾ അതൊരു കറക്റ്റ് ആയിട്ട് ടൈം ലൈനിൽ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ, ഒരു കഥ പോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അത്രയും എളുപ്പമാക്കാനായിട്ട് പറ്റും.
അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പാലിയോലിത്തിക് വരുമ്പോൾ 5 ലക്ഷം BC മുതൽ 10,000 BC, മീസോലിത്തിക് വരുമ്പോൾ 10 ലക്ഷം BC മുതൽ 6,000 BC, നിയോലിത്തിക് 6,000 BC, നിയോലിത്തിക് വരുമ്പോൾ 6,000 BC മുതൽ 4,000 BCയും, അതുപോലെ തന്നെ ചാലക്കുലത്തിക്ക് വരുമ്പോൾ 4,000 മുതൽ 500 BCE എന്നും പറയാറുണ്ട്, BC പറയാറുണ്ട്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. ഈ BCE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന്റെ പേര് മാറി കോമൺ എറ എന്നായി. അപ്പോൾ ബിഫോർ കോമൺ എറ, കോമൺ എറ ആ രീതിയിലായിട്ട് നമ്മളിപ്പോൾ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ എറയാണ്. AD പറയുന്ന സമയത്ത് അതിന് C എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ BC അതുപോലെ തന്നെ C അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോമൺ എറ, ബിഫോർ കോമൺ എറ, അല്ലെങ്കിൽ എന്താണ് BC ബിഫോർ ക്രൈസ്റ്റ്, രണ്ട് രീതിയിലും കാണാറുണ്ട്. ഇത് ഡിനോട്ട് ചെയ്യാറുണ്ട്, ആ ഒരു ഇയറിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് 4 സ്റ്റോൺ ഏജിലെ 4 പ്രധാനപ്പെട്ട പീരീഡ് ആയിട്ടുള്ള പാലോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, അതുപോലെ തന്നെ ചാൽക്കോലിത്തിക്. ഇനി ഇതിനകത്തുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നും കൂടെ അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാവും. പാലോലിത്തിക്കിലേക്ക് പോകുമ്പോൾ ഇവര് കോമൺലി എന്താണ്, ഹണ്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, ഹണ്ടേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റ് നമ്മളിപ്പോൾ താമസിക്കുന്ന പോലെ ഒരിടത്ത് വീട് വെച്ച് താമസിക്കുക അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ പാലോലിത്തിക് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നമ്മൾ അറിയുന്നതാണ്. ഓക്കെ, ആ ഇതിനകത്ത് തന്നെ ഈ സ്റ്റോൺ ഏജിന്റെ 4 ക്ലാസിഫിക്കേഷനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നാള് നീണ്ടു നിന്ന ഒരു കാലമായിട്ട് കണക്കാക്കുന്നതും പാലോലിത്തിക് പീരീഡിനെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നൊമാഡ്സ് എന്ന് പറയാം. നൊമാഡ്സ് ആയിരുന്നു എന്നും പറയാറുണ്ട്. നൊമാഡ്സ് വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൃഗങ്ങളെ പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുക എന്നുള്ളത്. ജസ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുന്നു, അത് ഭക്ഷിക്കുന്നു, ഇങ്ങനെ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അതാണ് ഏതെന്ന് പറയുന്നത് പാലോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ അവർക്ക് കൃഷി എന്താണെന്നോ അല്ലെങ്കിൽ വേറെ ടൂൾസ് ഉപയോഗിക്കാമെന്നോ അതിനെ പറ്റിയുള്ള ഒരു അറിവുമില്ല. ജസ്റ്റ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെറും സ്റ്റോൺ ആണ് ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിലും അതിനൊരു ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ വലിയ കല്ലുകൾ എടുക്കുക, അത് വെച്ച് മൃഗങ്ങൾ അടിച്ചു കൊല്ലുക, അതിനെന്ത് ചെയ്യുക, ഭക്ഷിക്കുക. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് പാലോലിത്തിക് പീരീഡ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത പാലോലിത്തിക് പീരീഡിൽ നിന്ന് ഏതിലോട്ട് വരും, മീസോലിത്തിക് പീരീഡിലേക്ക് വരുമ്പോൾ അവിടെയും എന്താണ്, ഇവര് ഹണ്ടേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇവര് അനിമൽസിനെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വളർത്താനായിട്ട് തുടങ്ങി. അനിമൽസിന്റെ ഡൊമസ്റ്റിക്കേഷൻ, അനിമൽസിനെ ഇവർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, വളർത്താനായിട്ട് തുടങ്ങി. ഓക്കെ, അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മീസോലിത്തിക് പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ പാലോലിത്തിക് പീരീഡിൽ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ്, പാലോലിത്തിക് പീരീഡിന്റെ അവസാന കാലഘട്ടത്തിലാണ് അവരെ എന്തിനെ പറ്റിയുള്ള അറിവ് നേടുന്നത്, ഫയറിനെ പറ്റിയുള്ള. ഓക്കെ, തീ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതിനെ പറ്റി അറിവ് നേടുന്നത് പാലോലിത്തിക്കിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അവിടെ നിന്ന് മെസോലിത്തിക്ക് വന്നു. മെസോലിത്തിക്കിലും ഹണ്ടേഴ്സും ഹെർഡേഴ്സും ആണ്. ഹെർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടയന്മാരാണ്. ഓക്കെ, ഹണ്ടേഴ്സും മൃഗങ്ങളെ വളർത്തുന്നതും ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു പശുക്കളെയൊക്കെ വളർത്തുന്നത് വയ്ക്കുക, ഒരു ഭാഗത്ത് പശുക്കൾ മേഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ കഴിച്ച് തീർത്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെ അവരെന്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, സെറ്റിൽമെന്റ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സെറ്റിൽമെന്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടുള്ള സെറ്റിൽമെന്റ്, കുറച്ച് നാളിലേക്ക് ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയും മെയിൻ ഇതായിട്ട് ഹണ്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു പോയിന്റ് എക്സ്ട്രാ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ്, ഈ മീസോലിത്തില് ടൂൾസ് എന്ന് പറയുന്നത് എന്തെന്ന് പറയും, നമ്മുടെ മൈക്രോലിറ്റ്സ് എന്ന് പറയും. ഓക്കെ, മീസോലിത്തിക് പീരീഡിലെ ടൂൾസിനെ നമ്മൾ എന്തെന്ന് പറയും, മൈക്രോലിറ്റ്സ് എന്ന് പറയും. മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ഒന്നുകൂടെ അവർ ചെറുതാക്കി. നേരത്തെ വലിയ കല്ലുകൾ ഒരു ഷേപ്പോ ഒരു രീതി ഇല്ലാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകൂടെ ടൂൾസ് ഒക്കെ എന്താക്കി ഒന്ന് ചെറുതാക്കി. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോലിറ്റ്സ് എന്ന് പറയുന്നത് ഏത് സ്റ്റോൺ ഏജ് പീരീഡിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, മെസോലിത്തിക്കിലാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോലിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു പോയിന്റ് ആണ്. മൈക്രോലിറ്റ്സ് ഏത് സ്റ്റോൺ ഏജ് പീരീഡിലാണ്, ഏതാണ് മെസോലിത്തിക് പീരീഡിലാണ് എന്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മൈക്രോലിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്ത മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യം വെറുതെ എന്ത് ചെയ്യുന്നു, മൃഗങ്ങളെ കൊല്ലുന്നു, അത് ഭക്ഷിക്കുന്നു, ജീവിക്കുന്നു, വെറുതെ അലഞ്ഞിരുന്ന് നടക്കുന്നു എന്ന് പറയുന്ന ആള് രണ്ടാമത്തെ മീസോലിത്തിക് പീരീഡ് എത്തിയപ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നു, ഹണ്ടിങ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്തു. ആ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് കുറച്ച് നാൾ താമസിക്കുക എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നിയോലിത്തിലേക്ക് വരുമ്പോൾ ഇവര് ഹണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ അനിമൽ ഡൊമസ്റ്റിക്കേഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ ആരും കൂടെ വരുന്നു, അഗ്രികൾച്ചറും കൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു, മെയിൻ ആയിട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിയോലിത്തിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക,
ഒരാൾ അഗ്രികൾച്ചറും ചെയ്യുന്നുണ്ട്, അനിമൽ ഡൊമസ്റ്റിക്കേഷനും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരേ സ്ഥലത്ത് കുറച്ച് നാൾ താമസിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് നമ്മൾ അരി വിളയിപ്പിച്ചെടുക്കുവാണ്, അല്ലെങ്കിൽ നെല്ല് വിളയിപ്പിച്ചെടുക്കുവാണ്. അതിന് എന്ത് ചെയ്യണം? നമുക്ക് ഒരു കാലയളവുണ്ട്, അത് വിത്ത് പാകി അത് വലുതായി വന്ന് നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടാനായിട്ട് ഒരു കാലയളവുണ്ട്. അത്രയും കാലയളവ് അവൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഒരു സ്ഥലത്ത് താമസിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അവരുടെ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സെഡൻഡറി ലിവിംഗ് എന്ന് പറയുന്നത് എന്തായി? കുറച്ചുകൂടെ കൂടി. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ കാലത്തേക്ക് എന്ത് ചെയ്തു? നീണ്ടു നിൽക്കാനായിട്ട് തുടങ്ങി. അതാണ് എന്തെന്ന് പറയുന്നത് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതോടൊപ്പം തന്നെ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് കുറെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ, ഓക്കെ, വീറ്റ്, ഹോഴ്സ് ഗ്രാം, റാഗ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് വെക്കാനായിട്ട് എന്ത് വേണം? പോട്ട്സ് വേണം. പോട്ട്സ് എന്ന് പറഞ്ഞാൽ കലങ്ങളും മൺകലങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇതേ പറഞ്ഞ ഈ നിയോലിത്തിക് പീരീഡിൽ തന്നെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പോട്ടറി, കലങ്ങൾ, മൺകലങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് ഈ പറഞ്ഞ എന്തിൽ തന്നെയാണ്? നമ്മുടെ നിയോലിത്തിക് പീരീഡിൽ തന്നെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചാൽക്കോലിത്തിലേക്ക് വരുമ്പോ അവര് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ എന്തിലേക്ക് പോവാണ്? മെറ്റല് കണ്ടുപിടിച്ചു. ഏതാണ് ആദ്യത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റൽ? ഏതാ? കോപ്പറാണ്. നമ്മൾ നോർമലി ഇപ്പോഴൊക്കെ സ്വർണത്തിന് ഭയങ്കര വില ആയതുകൊണ്ട് തന്നെ സ്വർണ്ണമായിരിക്കും ആദ്യത്തെ മെറ്റൽ എന്നൊക്കെ കരുതിക്കളയും, അല്ലെങ്കിൽ തന്നെ അയൺ ആണ് എന്നുള്ള രീതിയിലൊക്കെ കരുതിക്കളയും. അങ്ങനെയല്ല, ആദ്യത്തെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോപ്പറാണ് നമ്മുടെ ആദ്യത്തെ മെറ്റൽ എന്ന് പറയുന്നത്. അത് ഏത് ഏജിലാണ്? ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ കോപ്പർ സ്റ്റോണേജിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും മെറ്റലിനെയും കൂടെ സഹായം വന്നപ്പോൾ ടൂൾസിൽ വീണ്ടും മാറ്റം വന്നു. നേരത്തെ ആദ്യം ടൂൾസ് വെറും കല്ലുകള്, അടുത്ത മിസോലിത്തിക്കിൽ വന്നപ്പോൾ കല്ലുകൾ ഒന്നും കൂടെ ഒന്ന് ചെറുതായി. നിയോലിത്തിക്കിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കല്ലൊന്നും കൂടെ ഒന്ന് ഡ്രസ്ഡും പോളിഷ്ഡും ആവും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് മൂർച്ചയൊക്കെ കൂട്ടി യൂസിങ് പെട്ടെന്ന് ആക്കാനും അത് എളുപ്പത്തിൽ അതിൽ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ ആ ഒരു കല്ലുകളിൽ എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടാവും. അടുത്ത ചാൽക്കോലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കല്ല് മാത്രമല്ല, ആരെയും കൂടെ കോപ്പറിനെയും കൂടെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി? ടൂൾസ് അവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സെറ്റിൽമെന്റ് ലൈഫ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് എന്ന് പറയുന്നത് നല്ലപോലെ കൂടി വരുന്ന പീരീഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചാൽക്കോലിത്തിക് പീരീഡ് ആണ്. കുറച്ചുകൂടെ സെഡൻഡറി ലൈഫ്. അങ്ങനെ ചാൽക്കോലിത്തിക് പീരീഡിൽ സെറ്റിൽമെന്റ് ലൈഫ് കൂടുന്നതും ലോകമെമ്പാടും ഈ ഒരു കാര്യം നടക്കുകയും അങ്ങനത്തെ സെറ്റിൽമെന്റ് ലൈഫ് കൂടുന്നതുമാണ് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇൻഡസിന്റെ ആ സിന്ധു നദീതട സംസ്കാരം അതിന്റെ കരകളിൽ നല്ല രീതിയിലുള്ള സെറ്റിൽമെന്റ് തുടങ്ങാനും അത് അത്രയും വ്യാപിച്ച് വലുതായിട്ട് മാറാനും ഒക്കെ കാരണം ഇതുപോലെ അവർ കൂടുതൽ ടൈം ഒരിടത്ത് സെറ്റിൽമെന്റ് ചെയ്ത് എന്ത് ചെയ്തുകൊണ്ടാ ലൈഫ് കൊണ്ടുപോയതുകൊണ്ടാണ് അതിന് കാരണമായിട്ട് മാറുന്നത്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ട് പോകുന്നില്ല, അത് നമ്മൾ അടുത്ത ഭാഗമാണ്. നമ്മൾ സ്റ്റോൺ ഏജിൽ നിർത്തുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പാലോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. പാലോലിത്തിക് ഏജ് 5 ലക്ഷം BC മുതൽ 10,000 BC വരെ ആൾക്കാർ എന്തായിരുന്നു? ഹണ്ടേഴ്സ് ആയിരുന്നു, നൊമാഡ്സ് ആയിരുന്നു, വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. അഗ്രികൾച്ചറിനെ പറ്റി അറിവില്ല, ഒന്നിനെ പറ്റി അറിവില്ല. പാലോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടത്തിലാണ് അവർക്ക് എന്തിനെ പറ്റിയുള്ള അറിവ് കിട്ടുന്നത്? ഫയറിനെ പറ്റിയുള്ള അറിവ്, തീ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്നുള്ള ഒരു അറിവ് കിട്ടുന്നത് പാലോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഏതാണ്? മിസോലിത്തിക് ഏജ് ആണ്. മിസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ 10,000 BC മുതൽ 6,000 BC വരെയാണ് കണക്കാക്കുന്നത്. അവിടെ ഹണ്ടേഴ്സ് ആണ്. എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തും കൂടെ ടൂൾസ് എന്തായിട്ട് മാറി? ചെറിയ ടൂളുകളായിട്ട് മാറി. അപ്പോൾ മെസോലിത്തിക് പീരീഡിൽ യൂസ് ചെയ്യുന്ന ടൂൾസിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോലിത്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോലിത്സ് ഏത് സ്റ്റോണേജ് പീരീഡിലാണ് കണ്ടിരുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് മൈക്രോലിത്സ്? എവിടെയാണ്? മെസോലിത്തിക് പീരീഡിലാണ്. അടുത്ത നിയോലിത്തിക് പീരീഡ് വരുമ്പോൾ അവിടെ ഹണ്ടിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തും കൂടെ സ്റ്റാർട്ട് ചെയ്തു? അഗ്രികൾച്ചർ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ആരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? അനിമൽ ഡൊമസ്റ്റിക്കേഷൻ അവിടെയുണ്ട്. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കൃഷികൾ ചെയ്യുമ്പോൾ ഒരുപാട് ധാന്യങ്ങൾ വരെയും അത് സൂക്ഷിച്ചു വെക്കേണ്ടത് ഒരു ആവശ്യമായിട്ട് വരികയും ചെയ്യും. അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരെന്തിലോട്ട് പോയി? പോട്ടറിയിലോട്ട് പോയി. ഓക്കെ അല്ലേ? ഈ പോട്ടറി എങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ചാൽക്കോലിത്തിക് ഏജിലാണെങ്കിൽ ഇതേ പറഞ്ഞ പോട്ടറിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ കുറെ കൂടെ മെച്ചപ്പെടുന്നുണ്ട്. ടൂൾസിന്റെ കാര്യത്തിൽ മാറ്റം വരുന്നു. ടൂൾസ് സ്റ്റോൺ ടൂൾസ് ആണെങ്കിൽ കുറെ കൂടെ ഡ്രസ്ഡും പോളിഷ്ഡും ആവുന്നു. അതോടൊപ്പം തന്നെ ഏതിന്റെ ടൂൾസും കൂടെ വരുന്നു? കോപ്പർ ടൂൾസും കൂടെ വരും. അപ്പൊ കുറെ കൂടെ സെഡൻഡറി ലൈഫ് എന്ന് പറയുന്നത് വ്യാപകമായിട്ട് മാറുന്നു. എങ്ങോട്ടേക്ക് എത്തുമ്പോൾ? ചാൽക്കോലിത്തിലേക്ക് എത്തുമ്പോൾ.
അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ ഫോം ആവുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ്? ഇതുപോലുള്ള ഒരു സെഡൻഡറി ലൈഫ് കറക്റ്റ് ആയിട്ട് ഫോം ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ആ ഒരു ആദ്യത്തെ ചോദ്യം. ഏതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ്. ഏതാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. ഇവിടെ ചാൽക്കോലിത്തിക് ഏജ് പറയുന്നില്ല, ബാക്കി 3 ആൾക്കാരേ ഉള്ളൂ. പ്രോപ്പർ സ്റ്റോൺ ഏജ് പീരീഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 കൂടെ ഉള്ളൂ. 4ാമത്തെ ആൾ വരുമ്പോൾ ആരും കൂടെ വരുന്നു? ആദ്യത്തെ മെറ്റലായിട്ടുള്ള കോപ്പറിന്റെ കൂടെ എൻട്രി അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ. ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ 3 മേജർ പീരീഡ്സ് ഓഫ് ദ സ്റ്റോൺ ഏജ്. ഈ താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് 3 മേജർ പീരീഡ്? ഞാൻ നേരത്തെ പറഞ്ഞു മേജർ ആയിട്ടുള്ള 3 സ്റ്റോൺ ഏജ് പീരീഡ് ഉണ്ട്. 4ാമനെന്ന് പറഞ്ഞാൽ ആര് വന്നതാ? മെറ്റൽ ആയിട്ടുള്ള കോപ്പറിന്റെ വരവാണ് ഏതെന്ന് പറയുന്നത് 4ാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ചോദിച്ചേക്കുന്നത് 3 മേജർ സ്റ്റോൺ ഏജ് പീരീഡിലിട്ട് ഉൾപ്പെടാത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താ? ചാൽക്കോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ എന്തെന്നും പറഞ്ഞിട്ടുണ്ട്? കോപ്പർ സ്റ്റോണേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോപ്പർ സ്റ്റോണേജ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി ആദ്യം അത്രയും എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് ഇതിന് വേറെ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അതിന്റെ ഉത്തരം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ എക്സ്പ്ലനേഷനകത്ത് തന്നെ ഇതിന്റെ ഉത്തരം ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർ ഇൻ ഇന്ത്യ വുഡ് യു ഫൈൻഡ് റോക്ക് പെയിന്റിംഗ് ഡേറ്റിംഗ് ബാക്ക് ടു ദ സ്റ്റോൺ ഏജ്? ഓക്കെ, സ്റ്റോൺ ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണ് കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. നളന്ദ, ബിംബേക്ക, എലിഫന്റ, ബാഗ് കേവ്സ്. എല്ലാം കേവ്സ് ആണ്. അതിൽ തന്നെ ബിംബേക്ക കേവ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബിംബേക്ക കേവ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റെയിൽവേ ആവട്ടെ SSC ആവട്ടെ ഏതിനാണെങ്കിലും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ബിംബേക്ക കേവ്സ് എന്ന് പറയുന്നത്. മിഡീവൽ പീരീഡിൽ ഉള്ള കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റിയതും അതിൽ ഒരുപാട് പങ്ക് വഹിച്ചു, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പങ്ക് വഹിച്ചതുമായിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ബിംബേക്ക കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ ബിംബേക്ക കേവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അത് നോക്കിയിട്ട് ഇതിന്റെ ടോട്ടൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ബിംബേക്ക കേവ്സിന്റെ ടോട്ടൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വെൻ വെയർ ദ കേവ്സ് ഓഫ് ബിംബേക്ക ഡിസ്കവേർഡ്? നോക്കണം, ആ ബിംബേക്ക കേവ്സ് സ്റ്റോൺ ഏജിൽ തന്നെ ആ ഒരു ബിംബേക്ക കേവ്സ് എന്ന ഒറ്റ ആളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. വെൻ വെയർ ദ കേവ്സ് ഓഫ് ബിംബേക്ക ഡിസ്കവേർഡ്? എവിടെയാണ് ബിംബേക്ക കേവ്സ്, ഏത് വർഷമാണ് ബിംബേക്ക കേവ് ഡിസ്കവർ ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 1957-58 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബിംബേക്ക കേവ്സ് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഞാനിത് പോകുന്നത് ബിംബേക്ക കേവ്സിന്റെ ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബിംബേക്ക കേവ്സ് ആർ ലൊക്കേറ്റഡ്? ഏത് സ്റ്റേറ്റിലാണ് നമുക്ക് ബിംബേക്ക കേവ്സ് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? ബിംബേക്ക കേവ്സ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ബിംബേക്ക ഈസ് ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതിനാണ് ആ ഒരു ബിംബേക്ക കേവ്സ് ഫേമസ് ആയിട്ടുള്ളത്? എ, ട്രേസസ് ഓഫ് പെയിന്റിങ്സ് ഡ്യൂറിംഗ് ദ മൗര്യ ഡൈനാസ്റ്റി, ട്രേസസ് ഓഫ് സ്കൾപ്ചർ ഓഫ് ദ മുഗൾസ്, ട്രേസസ് ഓഫ് ഏർലി ദ്രാവിഡിയൻ പീരീഡ്, ട്രേസസ് ഓഫ് ദ ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഏതിലായിരിക്കും? ഇവിടെ ഇപ്പോ ഈ പറയുന്ന മൗര്യൻ ആണെങ്കിലും മുഗൾസ് ആണെങ്കിലും അതുപോലെ തന്നെ ദ്രാവിഡൻ പീരീഡ് ആണെങ്കിലും എല്ലാം എങ്ങോട്ടേക്ക് വരുന്നതാ? ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞ് വേദിക് പീരീഡ് കഴിഞ്ഞ് ആ ഭാഗത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മൗര്യാസ് ആണെങ്കിൽ അടുത്ത മുഗൾസ് വരുന്ന സമയത്ത് മിഡീവലിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ? നമ്മുടെ സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് വരുന്ന കാര്യം. ബിംബേക്കാവ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മെഡീവൽ പീരീഡിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആരെ കൊണ്ടാ? ബിംബേക്ക കേവ്സിനെ കൊണ്ടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷൻ, ട്രേസസ് ഓഫ് ദ ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഓൺ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമുക്ക് നേരത്തെ പണ്ട് കാലങ്ങളിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവന്റെ ഇതുണ്ടായിരുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഏതെന്ന് പറയുന്നത് നമ്മുടെ ബിംബേക്ക കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ബിംബേക്ക കേവ്സിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ബിംബേക്ക കേവ്സ് ആർ കൺസിഡർഡ് ടു ബി ഡാഷ് ഇയർ ഓൾഡ്? എത്ര വർഷം പഴക്കമുണ്ട് ബിംബേക്ക കേവ്സിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ് പഴക്കമുള്ളത്?
30,000 ഇയേഴ്സ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയ പോകുന്ന സമയത്ത് അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ വിക്കിപീഡിയ സെർച്ച് ചെയ്യുമ്പോൾ ബിംബേക്ക കേവ്സ് 30,000 ഇയേഴ്സ് ഓൾഡ് അങ്ങനെ തന്നെയാണ് ആ ഒരു ഹെഡിങ് വരണത് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. ബിംബേക്ക കേവ്സിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നുള്ളതാണ്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? 30,000 വർഷത്തെ 30,000 ഇയേഴ്സിന്റെ ഓൾഡ് ആണ് ആർക്കുള്ളത്? ബിംബേക്ക കേവ്സിനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബിംബേക്ക കേവ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത വേറെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ബിംബേക്ക കേവ്സിനെ പറ്റി പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ 4-5 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം ബിംബേക്ക കേവ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? കുറച്ച് പോയിന്റ് ആയിട്ട് പറയാം. എവിടെയാണ്? മധ്യപ്രദേശിലാണ്, MP ആണ്. ഓക്കെ, മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇപ്പോ ചോദ്യങ്ങളുടെ രീതിയൊക്കെ മാറുന്നുണ്ട് തന്നെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഇപ്പം ഡിസ്ട്രിക്റ്റുകളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മധ്യപ്രദേശിലെ റൈസൻ ഡിസ്ട്രിക്റ്റിലാണ്. റൈസൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ അടുത്തായിട്ട് വരുന്ന? ഭോപ്പാലിന് അടുത്തായിട്ട് വരുന്ന റൈസൻ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് ഏത് കാണാനായിട്ട് പറ്റുക? ബിംബേക്ക കേവ്സ് കാണാനായിട്ട് പറ്റുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? വർഷം. ബിംബേക്ക കേവ്സ് കണ്ടുപിടിക്കുന്ന ആ ഒരു വർഷം ഏതാണ്? 1957 കണ്ടുപിടിക്കുന്ന ആളുടെ പേരും ഒരു ചോദ്യം തന്നെയാണ്. എന്താണ്? VS വക്കാങ്കർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ബിംബേക്ക കേവ്സ് എന്ത് ചെയ്യുന്ന കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബിംബേക്ക കേവ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളിൽ എത്തിക്കുന്നത് ആര് വഴിയാണ്? VS വക്കാങ്കർ വഴിയാണ്. വർഷം 1957. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ബിംബേക്ക കേവ്സിനെ പറ്റി നമ്മളിപ്പം പഠിച്ച ഈ ക്വസ്റ്റ്യൻസിലെല്ലാം കൂടെ പറഞ്ഞുപോയ കാര്യങ്ങളാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ റൈസൻ ഡിസ്ട്രിക്ട്, ഭോപ്പാലിനടുത്തുള്ള റൈസൻ ഡിസ്ട്രിക്റ്റിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബിംബേക്ക കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. വർഷം കണ്ടുപിടിക്കുന്ന വർഷം 1957. ആളാരാണ്? VS വക്കാങ്കർ ആണ്. ഇനി അടുത്ത ഇപ്പം പറഞ്ഞ പോയിന്റ് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞു? 30,000 ഇയേഴ്സ്, 30,000 ഇയേഴ്സിന്റെ പഴക്കം ബിംബേക്ക കേവ്സിനുണ്ട്. അതിനകത്തുള്ള പെയിന്റിങ്സിന് ഏകദേശം 12,000 വർഷം പഴക്കമുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ചോദ്യമായിട്ട് വരാം. അതിനകത്തുള്ള പെയിന്റിങ്സിന് ഏകദേശം 12,000 വർഷം പഴക്കമുണ്ടെന്ന് പറയും. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു പോയിന്റ് കൂടെ പറയുകയാണെങ്കിൽ ഏത് പറയാം? 12,000 വർഷം പഴക്കമുണ്ട്. VS വക്കാങ്കർ ആണ്. 1957. ഓക്കെ, ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ബിംബേക്ക കേവ്സിനെ പറ്റി. എല്ലാ കാര്യങ്ങളും കവർ. ഇനി ചോദിക്കാൻ അല്ലെങ്കിൽ ഡൗട്ട് വരാന്നുള്ളത് ആ കാലത്തില് ബിംബേക്ക കേവ്സിനകത്തൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ പെയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ കാലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതിനകത്തൊക്കെ കാര്യങ്ങൾ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളതാണ്. അത് മിനറൽസ്, ഫുഡ് മിനറൽസ് വെച്ചും ഫുഡ് മിനറൽസ് ആൻഡ് വാട്ടർ ആണ്. ഫുഡ് മിനറൽസ് ആൻഡ് വാട്ടർ ആണ് എന്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇലകളും അതുപോലെ തന്നെ എഗ്ഗ് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ എന്തായിട്ട് പെയിന്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ബിംബേക്ക കേവ്സ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതിന്റെ 4 പ്രധാനപ്പെട്ട പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എവിടെയാണ് ബിംബേക്ക കേവ്സ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. ഡിസ്ട്രിക്ട് റൈസൻ ഡിസ്ട്രിക്റ്റിലാണ്. റൈസൻ ഡിസ്ട്രിക്ട് ഏതിന്റെ അടുത്താണ്? ഭോപ്പാലിന്റെ അടുത്താണ്. അപ്പൊ ഭോപ്പാൽ പറയുന്നത് കൊണ്ട് തന്നെ ഭോപ്പാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്താണെങ്കിൽ അത് മിഡീവൽ അല്ല, മോഡേൺ അല്ല, കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മോഡേൺ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു മെയിൻ സാധനമാണ് ഭോപ്പാൽ ട്രാജഡി, ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. അത് അറിഞ്ഞുകൂടാത്ത ആരും കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു. 1984 ഡിസംബർ 3 എന്തെന്ന് പറയുന്നത് ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്നത്. ഡിസംബർ 2 അർദ്ധരാത്രി എന്ത് ചെയ്യുന്നു? ഭോപ്പാലില് ഏതാണ്? യൂണിയൻ ക്യാബിനറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന്, എന്തിന്റെ കമ്പനി? പെസ്റ്റിസൈഡ്സിന്റെ മേക്കിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു വിഷവാതകം പുറപ്പെടുവിക്കുന്നു. വിഷവാതകം ഏതാണ്? മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വിഷവാതകം വരികയും അതിന്റെ കാരണത്താൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ 5000-ന്റെയും 10,000-ന്റെയും ഇടയ്ക്ക് ആൾക്കാർ മരിക്കുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആഘാതം കാരണം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തടുത്ത ജനറേഷനിലോട്ട് ഈ ഒരു കാര്യം, നമ്മൾ ഈ എൻഡോസൾഫാനൊക്കെ പോലെ തന്നെ അടുത്തടുത്ത ജനറേഷനിലോട്ട് ഈ ഒരു കാര്യം മൂവ് ഓൺ ചെയ്ത് പോവുകയും അതിന്റെ കഷ്ടങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും ആൾക്കാർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്നത്. 1984 ഡിസംബർ 3 ഭോപ്പാൽ ട്രാജഡി നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഈ നമ്മുടെ കമ്പനിയുടെ ഏതാണ് UCC അല്ലെങ്കിൽ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ CEO ആയിരുന്നത്. CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? CEO വാരൻ ആൻഡേഴ്സൺ ആണ്. ഓക്കെ, വാരൻ ആൻഡേഴ്സൺ. ഇവിടെ ജസ്റ്റ്
ഒരു ഇതായിട്ട് മാത്രം പറഞ്ഞു പോകുന്നു. ഡബ്ല്യു എന്നിട്ട് എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ട് പോവുകയാണ്. വാരൻ ആൻഡേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത് 1900 ഈ ഒരു ഭോപ്പാൽ ട്രാജഡി നടക്കുന്ന സമയത്ത് നമ്മുടെ ഏതിന്റെ UCC യൂണിയൻ കാർബൈഡ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് CEO എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, വാരൻ ആൻഡേഴ്സൺ ആണ്. അപ്പോ വാരൻ ആൻഡേഴ്സൺ ഇവർക്കൊക്കെ ജസ്റ്റ് നോക്കി നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ നടന്നപ്പോൾ അവർ നോക്കി നിൽക്കിയ തന്നെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരുടെ മുന്നിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭോപ്പാൽ ട്രാജഡി ഞാൻ ജസ്റ്റ് ഭോപ്പാൽ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു കാര്യം പറഞ്ഞെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭോപ്പാൽ ട്രാജഡി. വർഷം ഓർത്തിരിക്കുക 1984 ഡിസംബർ 3 കമ്പനി യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ CEO ആരായിരുന്നു? വാരൻ ആൻഡേഴ്സൺ ആയിരുന്നു CEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. ബിംബേക്ക കേവ്സിനെ പറ്റി. ഓക്കെ, ഭോപ്പാൽ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വർഷം 1987 ബിംബേക്ക കേവ്സ് കണ്ടുപിടിക്കുന്ന ആരാണ്? VS വക്കാങ്കർ ആണ്. ബിംബേക്ക കേവ്സിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 30,000 വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും അതിനകത്തുള്ള പെയിന്റിങ്സിന് എത്ര വർഷത്തെ പഴക്കമേ ഉള്ളൂ? 12,000 വർഷത്തിന് പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, അത് പെയിന്റിങ് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ് പെയിന്റ് ചെയ്തിരുന്നതെന്നാണ്. എന്താണ്? ഫുഡ്, മിനറൽസ്, വാട്ടർ, എഗ് എക്സെട്ര ഇതൊക്കെ യൂസ് ചെയ്താണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പെയിന്റിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ബിംബേക്ക കേവ്സിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അതിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എത്രയാവും? നമുക്ക് സ്റ്റോൺ ഏജ് ഏകദേശം കവർ ആവും. വാട്ട് വേർ ദ ഫസ്റ്റ് വീൽ മേഡ് ഓഫ്? ആദ്യത്തെ വീല് എന്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പല പരസ്യങ്ങളിലും ഒക്കെ ആധുനിക വെച്ചാൽ നമ്മുടെ ആദ്യകാല മനുഷ്യരെ കാണിക്കുമ്പോൾ അവിടെ വുഡൻ വീൽസ് ഒക്കെ കാണിക്കാറുണ്ട്. അത് തന്നെയാണ് ആദ്യകാലങ്ങളിൽ വീല് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. വീല് നിർമ്മിച്ചത് അതിന്റെ ആ ഒരു ട്രേസിങ് കിട്ടുന്നത് എന്തായിട്ടാ? വുഡായിട്ടാണ്. വുഡ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യകാലങ്ങളിൽ വീല് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ സ്റ്റോൺ ഏജിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, സ്റ്റോൺ ഏജിനെ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്ത് വിടുവാണ്. ആദ്യം പാലോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. ഇതിനകത്ത് മിസോലിത്തിക് ഏജിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ബിംബേക്ക കേവ്സ് എന്ന് പറയുന്നത്. പാലോലിത്തിക് ഏജില് എന്തായിരുന്നു? മനുഷ്യന്മാര് ഹണ്ടേഴ്സും നൊമാഡ്സും ആയിരുന്നു, വെറുതെ അലഞ്ഞിരി നടക്കുന്നതായിരുന്നു. അവര് നേരെ വന്നിട്ട് മിസോലിത്തിക്കിൽ വരുന്ന സമയത്ത് അവര് ഹണ്ടിങ്ങും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം എന്തും കൂടെ സ്റ്റാർട്ട് ചെയ്തു? അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, എന്ന് വെച്ചാൽ വളർത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ സെറ്റിൽമെന്റ് വലിയ രീതിയിൽ ഉണ്ടായില്ല. മിസോലിത്തിക് പീരീഡിൽ സെറ്റിൽമെന്റിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ചെറുതായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലേ ഉള്ളൂ. അനിമൽസിനെ വളർത്തണം എന്നുള്ളത് കൊണ്ട് കുറച്ച് നാള് ഒരു സ്ഥലത്ത് താമസിക്കും, അത് കഴിഞ്ഞ് അനിമൽസിനെ കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ആ രീതിക്ക് സ്റ്റാർട്ട് ചെയ്ത്. അടുത്ത നിയോലിത്തിക്കിൽ വരുന്ന സമയത്ത് സെറ്റിൽമെന്റ് ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആവുന്നു. കാരണം നിയോലിത്തിക്കിൽ എത്തിക്കുന്ന സമയത്ത് ആദ്യം വെറും കല്ലുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആള് മിസോലിത്തിക്ക് വന്നപ്പോൾ കല്ലുകളുടെ സൈസ് ഒന്ന് ചെറുതാക്കി. അതിനെയാണ് നമ്മൾ മൈക്രോലിത്സ് എന്ന് പറയുന്നത്, മൈക്രോലിത്ത് ടൂൾസ് എന്ന് പറയുന്നത്. അത് നേരെ നിയോലിത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഒന്നുകൂടെ ഒന്ന് ഡ്രസ്ഡും പോളിഷ്ഡുമായി. ഓക്കെ, നിയോലിത്തിക്കിൽ വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു? സെഡന്ററി ലൈഫ് കുറച്ചുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അതിനോടൊപ്പം കൂടെ ഏതും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഇത്രയും നല്ല രീതിയിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഫോം ആവുമ്പോൾ അവർ വീണ്ടും പുതിയ കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ അവർ അടുത്ത കാലത്ത് വെച്ച് എങ്ങോട്ടേക്ക്? അഗ്രികൾച്ചറിലോട്ട് കൃഷി തുടങ്ങിയപ്പോൾ എന്തായാലും കൃഷിയിൽ ഒരു വിളവ് നമുക്ക് കിട്ടാനായിട്ട് ഒരു നല്ലൊരു കാലയളവ് നമ്മൾ ഒരേ സ്ഥലത്ത് താമസിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കൃഷി എന്ത് ചെയ്തു? അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ട് അവർ എന്തിനെ കണ്ടുപിടിക്കുന്നു? ആദ്യത്തെ മെറ്റലായിട്ടുള്ള കോപ്പർ കണ്ടുപിടിക്കുന്നു. കോപ്പർ കണ്ടുപിടിക്കുമ്പോൾ ഏജിന്റെ പേര് മാറി, എന്താണ്? കോപ്പർ സ്റ്റോണേജ് അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്നാവുന്നു. ചാൽക്കോലിത്തിക് ഏജിൽ വീണ്ടും ഏത് ടൂളും കൂടെ വരുന്നു? കോപ്പർ ടൂൾസും സ്റ്റോൺ ടൂൾസും കൂടെ ഒരുമിച്ച് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. സെറ്റിൽമെന്റ് കുറെ കൂടെ ബെറ്റർ ആവുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ നിയോലിത്തിക്കില് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നത് കൊണ്ട് അവിടെ പോട്ടറി സ്റ്റാർട്ട് ചെയ്തു. ആ പോട്ടറി എവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ചാൽക്കോലിത്തിക്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം നല്ല രീതിയിൽ എന്തായി? സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റാർട്ട് ആവുന്നത് എവിടെ? നിയോലിത്തിക്കിൽ ഒന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ആവുന്നു. അതിന് ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിക്കൊണ്ട് എങ്ങോട്ടേക്ക് വരുന്നു? ചാൽക്കോലിത്തിലേക്ക് വരും. ഓക്കെ, അതില് മെഡീവൽ ഇന്ത്യയുടെയും അതുപോലെ മെഡീവൽ ഇന്ത്യ എന്ന് മാത്രമല്ല നമ്മുടെ സ്റ്റോൺ ഏജിലെ ഏകഭാഗം കുറെ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത് ഏത് വഴിയാ? ബിംബേക്ക കേവ്സ് വഴിയാണ്. ബിംബേക്ക കേവ്സ് ആരാണ്? VS വക്കാങ്കർ.
1957 മധ്യപ്രദേശ് ഏതാണ് ഡിസ്ട്രിക്ട്? റേസൻ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഭീംബേക കേവ്സ് കാണാൻ പറ്റും. ഏകദേശം കുറെ കേവ്സ്, ഒരു കേവ് അല്ല കുറെ കേവുകളുടെ സമൂഹമാണ് എന്ന് പറയുന്നത് ഭീംബേക കേവ്സ് എന്ന് പറയുന്നത്. ഇനി ഏതിന്റെ അടുത്തായിട്ട്? ഭോപ്പാലിന് അടുത്തായിട്ട്. അതിന്റെ കൂടെ ഞാൻ നേരത്തെ ഭോപ്പാൽ ട്രാജഡി പറഞ്ഞിട്ടുണ്ട്. 1984 ഡിസംബർ 3 ഭോപ്പാൽ ട്രാജഡി. വാരൻ ആൻഡേഴ്സൺ ആയിരുന്നു നമ്മുടെ കമ്പനിയുടെ UCCയുടെ എന്ന് പറയുന്നത് CEO എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറ്റി പറഞ്ഞത്. പിന്നെ വേറെ എന്തെങ്കിലും വേറെ വലുതായിട്ടൊന്നും പറഞ്ഞു, നമുക്ക് ഇത്രയും മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ സോണയിനകത്ത് ആവശ്യമുള്ളൂ. സോണയിനകത്ത് ഈ രീതിയിൽ ഇത്രയും ഏരിയ കണക്ട് ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് എക്സ്ട്രാ, സോണയിൽ ഇനിയൊന്നും എക്സ്ട്രാ പറയാനായിട്ട് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻഷ്യന്റില് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ജസ്റ്റ് 8 ക്വസ്റ്റ്യനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 8 ക്വസ്റ്റ്യനിൽ ഏറെക്കുറെ സ്റ്റോൺ ഏജ് മൊത്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ആ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലാസ്റ്റ് റിവൈസ് ചെയ്തപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ ചെറിയ പോയിന്റിലൊക്കെ മിസ്സായിട്ടുണ്ടാവാം. നിങ്ങൾ ആ പോയിന്റും കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുത്ത് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് സെക്ഷനാണ്. ചെറിയൊരു ക്ലാസ്, സ്റ്റോൺ ഏജ് ചെറിയൊരു ഭാഗം അത്രേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ടേക്ക് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിട്ടും വേദിക് പീരീഡും മൗര്യാസ് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.